ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ഈ ഒരു വാക്ക് അല്ലെങ്കിൽ ഈ ഒരു അസുഖത്തെക്കുറിച്ച് നമ്മൾ മലയാളികൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ നമ്മളുടെ വളരെ പ്രശസ്തനായ നടൻ്റെ ഒരു സിനിമ ഇറങ്ങിയിരുന്നു, ആവേശം. അത് കഴിഞ്ഞ് ആ നടൻ അതിനെക്കുറിച്ചൊരു ടോക്കിൽ പറയുണ്ടായി, ഞാൻ ഒരു ADHD കേസാണ് എന്ന്. അതോടെയാണ് ഈ വാക്കും ഈ ഒരു അവസ്ഥയും നമ്മുടെ മലയാളികളുടെ ഇടയിൽ വളരെ കോമൺ ആയി തുടങ്ങിയത്. അതിനു മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നു കുട്ടികളുടെ കാര്യത്തിൽ വളരെയേറെ കൺസേൺ കാണിക്കുന്ന, വളരെയേറെ ശ്രദ്ധ ചെലുത്തുന്ന നമ്മുടെ മലയാളികളുടെ കാറ്റഗറിയിലുള്ള പേരൻസ് നമ്മുടെ അടുത്ത് വരാറുണ്ട്. കുട്ടിക്ക് വല്ലാത്ത പിരിവിരിപ്പാണ്, അടങ്ങിയിരിക്കുന്നില്ല, സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ ക്ലാസ്സിൽ ഒരു സീറ്റിലിരിക്കത്തില്ല, ടീച്ചർമാരും കൂട്ടുകാരും ആയമാരും എന്നും അവനെക്കുറിച്ച് പരാതികളാണ്. പഠിക്കാനൊക്കെ ചിലപ്പം സ്വാഭാവികം നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടിയായിരിക്കാം, ചിലപ്പം സാമാന്യം നല്ല മാർക്സ് അല്ലെങ്കിൽ വളരെയേറെ കൂടുതൽ മാർക്സ് മേടിക്കുന്ന, എന്തെങ്കിലും കുറച്ച് കേട്ട് കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് എഴുതാനും പിടിക്കാനും വായിക്കാനും ഒക്കെ പറ്റുന്നുണ്ടായിരിക്കാം. എന്നാലും കൊണ്ടുപോകുന്ന പെൻസില്, ബോക്സ്, ടിഫിൻ, ബുക്ക് ഇതൊക്കെ കളഞ്ഞേച്ചും വരിക. അപ്പം ഇത്തരത്തിലെ സിംറ്റംസ് നമ്മളൊരു കുട്ടിയിൽ കാണുവാണെങ്കിൽ അത് ADHD ആയിരിക്കാം, ആണ് എന്നല്ല ആയിരിക്കാം. പിന്നെ എപ്പോഴും ഒന്നെങ്കിൽ കയ്യോ കാലോ ചലിപ്പിച്ചുകൊണ്ടിരിക്കുക, കയ്യിൽ എന്തെങ്കിലും ഒരു ചെറിയ സാധനം കിട്ടിയ, ഒരു റബ്ബർ കഷ്ണം കിട്ടി അത് പിച്ച് പറിച്ച് ഇല്ലാണ്ടാക്കുക, ഒരു പേപ്പർ കിട്ടി അത് ചുരുട്ടി ചുരുട്ടി വെച്ചിട്ടിരിക്കുക, പെൻസിലിൻ്റെ മൂട് കടിച്ച് ഒരു പരിവാക്കുക. അവർക്ക് ഒരിക്കലും ഒന്നും ചെയ്യാതെ ഇരിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ കണ്ടീഷൻസിൽ വരുന്ന കുട്ടികളെ നമുക്ക് ADHD എന്ന് പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്യാം. പക്ഷേ ADHD എന്ന് പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്യണമെങ്കിൽ അതിന് കുറച്ച് നിബന്ധനകളും കുറച്ച് നോംസ് ഉണ്ട്. അപ്പം എല്ലാ പിരിവിരിപ്പുള്ള കുട്ടികളും ADHD ആവണമെന്നില്ല. ചില കുട്ടികൾ വീട്ടിൽ ഭയങ്കര പിരിവിരിപ്പായിരിക്കും, അല്ലെങ്കിൽ സ്കൂളിൽ ഭയങ്കര പിരിവിരിപ്പായിരിക്കും, പക്ഷേ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ സാമാന്യം ശാന്തരായിരിക്കും. ഇവരെയൊന്നും നമുക്ക് ADHD എന്ന് പറയാൻ പറ്റില്ല. ADHD ഉള്ള കുട്ടി അതൊരു സൈക്കോസൊമാറ്റിക് കണ്ടീഷനാണ്. അതായത് മനസ്സും ആ കുട്ടിയുടെ ബോധവും ആ കുട്ടിയുടെ ശരീരവും ഇവയെല്ലാം ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ മാറി നിൽക്കുന്നതുകൊണ്ടാണ് അവർ ആ പിരിവിരിപ്പ് കാണിക്കുന്നത്. അപ്പം ഈ പിരിവിരിപ്പ് അവരെ സംബന്ധിച്ചിടത്തോളം ഏത് സാഹചര്യത്തിലും ഏത് സറൗണ്ടിങ്സിലും അവർ കാണിക്കും. സ്കൂളിലായാലും പള്ളിയിലായാലും മാർക്കറ്റിലായാലും ആരെങ്കിലും ഒന്നോ രണ്ടോ പേരെ ഇച്ചിരി പേടിയുണ്ടെങ്കിൽ അവിടെ മാത്രം ചിലപ്പം ഒന്ന് ഒതുങ്ങിയാൽ പോലും അവരുടെ ഈ പിരിവിരിപ്പ് എന്നുള്ളൊരു ഫീച്ചർ ഏതെങ്കിലും വിധത്തിൽ ഒന്നുമില്ലെങ്കിൽ അവരുടെ കയ്യിലെ നഖമെങ്കിലും കുത്തിപ്പറിച്ച് കളഞ്ഞ് അവർ അത് എക്സ്പ്രസ് ചെയ്തിരിക്കും. അപ്പം അത്തരത്തിലെ കുട്ടികളെയാണ് നമ്മൾ ADHD ഉള്ള കുട്ടികൾ എന്ന് പറഞ്ഞത്. ADHDക്ക് തന്നെ പലതരം കാറ്റഗറീസ് ഉണ്ട്. ADD എന്ന് പറയും, അറ്റൻഷൻ മാത്രമില്ലാത്തത്, അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ എന്ന് പറയും. AHD എന്ന് പറയും, അവിടെ അറ്റൻഷനൊക്കെ ഉണ്ടായിരിക്കാം, ഹൈപ്പർ ആക്ടിവിറ്റി ആയിരിക്കും പ്രിഡോമിനൻ്റ് ആയിട്ട് നിൽക്കുക. നമ്മൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കേട്ടേച്ചു അവിടെ ചെന്നേച്ചു, അല്ല എന്താ പറഞ്ഞത്, എടുക്കാൻ പറഞ്ഞത് എന്നും പറഞ്ഞ് തിരിച്ചു വരുന്ന കുട്ടി എല്ലാ കാര്യങ്ങളിലും നോർമൽ ആയിരിക്കും, പക്ഷെ അവിടെ അറ്റൻഷൻ കുറവായിരിക്കും, അവർ ആ ശ്രദ്ധ ചെലുത്തില്ല. അപ്പം ഇതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക് തോന്നിയാൽ പോലും മുന്നോട്ട് പോകും തോറും ഈ കുട്ടിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാണ്ടാവും. ഈ പിരിവിരിപ്പ് കാരണം തന്നെ സ്വന്തം മനസ്സിനെയും ശരീരത്തിനെയും ഒന്നിലേക്ക് ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാണ്ട് വരും. അപ്പം അക്കാഡമിക്സ്, അതായത് സ്കൂളിൽ പാഠങ്ങൾ കൂടുന്നു, കൊച്ചിലെ പഠിച്ചിരുന്ന അത്രയല്ല, അതിനേക്കാളും പോർഷൻസ് കൂടുന്നു, കൂടുതൽ ആൾക്കാരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നു, കൂടുതൽ ടീച്ചർമാരെ കാണുന്നു. അപ്പം ഇതെല്ലാം കൂടെ ആ കുഞ്ഞിന് പറ്റാണ്ടാവും. എന്ന് വെച്ചാൽ ആ കുട്ടിയുടെ പിരിവിരിപ്പിന് ഇതെല്ലാത്തിലും അറ്റൻഷൻ, ഇതിനെല്ലാത്തിനെയും ശ്രദ്ധിക്കാൻ സാധിക്കാത്തൊരവസ്ഥ വരുമ്പോൾ അവരുടെ അക്കാഡമിക്സ് പിന്നോട്ടാവാൻ തുടങ്ങും. നല്ല രീതിയിൽ 1ലും 2ലും അല്ലെങ്കിൽ 5ാം ക്ലാസ് വരെ നന്നായി പഠിച്ചിട്ടിരുന്ന കുട്ടിയാണ്, അന്നും ഇവൻ കുരുത്തക്കേടായിരുന്നു, പക്ഷെ ഇപ്പൊ പഠിത്തത്തിൽ ഒരു ശ്രദ്ധയില്ല. അപ്പൊ ഇത്തരത്തിലൊക്കെ വരുന്നത് പൊതുവെ ADHD ഉള്ള കുട്ടികളാണ്. ഇപ്പൊ എന്താണ് ഇതിനുള്ള കാരണം? സ്വാഭാവികമായിട്ടുള്ളൊരു ചോദ്യമാണ്. അതിലും അവിടെയും ഒരു ജനതിക ഫാക്ടർ ഉണ്ട്. നമ്മളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഒരു സൈക്കോസൊമാറ്റിക് ഡിസോർഡർ, മാനസിക പ്രശ്നങ്ങളുടെ ഏതെങ്കിലും ഒരു കാറ്റഗറിയിലെ അസുഖം ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക്, നമ്മൾ ഈ സംശയിക്കുന്ന കുട്ടിക്ക് ADHD വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ജനന സമയത്ത് ഉണ്ടാവുന്ന ചെറിയ പ്രശ്നങ്ങൾ, പൊതുവെ ADHD ഡയഗ്നോസ് ചെയ്യുമ്പോൾ ഇത് കൺസിഡർ ചെയ്യാറില്ല. അതായത് ഇങ്ങനെയുള്ള കണ്ടീഷൻസ് നമ്മൾ ടിപ്പിക്കൽ ADHD അല്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കും. എന്നാലും ഇപ്പം ഡിലേഡ് ഡെലിവറി ആയിരുന്നു, അല്ലെങ്കിൽ ഡിലേഡ് പ്രഗ്നൻസി ആയിരുന്നു, കുറേ അധികം സമയം എടുത്തിട്ടാണ് ആ കുട്ടി ജനിച്ചത്, അല്ലെങ്കിൽ കുറച്ച് പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടി വന്നു, ജനിച്ച ഉടനെ കുഞ്ഞ് കരഞ്ഞില്ല. അപ്പം ഇത്തരത്തിൽ ജനന സമയത്തുണ്ടാവുന്ന അല്ലെങ്കിൽ പോസ്റ്റ് പാർട്ടം, ജനനം കഴിഞ്ഞ ഒരു ആന്റിനേറ്റൽ പീരീഡ്, ആദ്യത്തെ ദിവസങ്ങളിൽ ആ കുട്ടിക്കുണ്ടായ അനുഭവങ്ങൾ, അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് ആ കുട്ടി എക്സ്പോസ്ഡ് ആയിട്ടുള്ള സറൗണ്ടിങ്സ്, ഇവയെല്ലാം ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ ഈ കുട്ടിയുടെ
ഇത്തരത്തിലുള്ള കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യാനുള്ളൊരു കാരണമാണ്. പിന്നെ പലപ്പോഴും ചൈൽഡ്ഹുഡ് ഡിസോർഡേഴ്സ് ഉണ്ട്, ഡിസ്ലെക്സിയ, ഓട്ടിസം, ഇവയെല്ലാം ADHD അതിനോടനുബന്ധമായിട്ട് ടോററ്റ് സിൻഡ്രോം, അങ്ങനെ അതിനോടനുബന്ധമായിട്ട് ചിലപ്പം ADHD ഒരു കുട്ടിയിൽ കണ്ടെന്നിരിക്കാം. അപ്പം ADHD ഉള്ളൊരു കുട്ടിക്ക് ബുദ്ധി കുറവുണ്ടോ? ബുദ്ധി കുറവുള്ളതുകൊണ്ടല്ല അവർ പഠിക്കാത്തത്, മറിച്ച് അതിൽ ശ്രദ്ധിക്കാൻ ഉള്ള ഒരു അവരുടെ ശരീരവും മനസ്സും വരാത്തത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നു ചേരുന്നത്. അപ്പം എന്തുകൊണ്ട് ADHD ട്രീറ്റ് ചെയ്യണം എന്ന ഒരു ചോദ്യം മനസ്സിൽ വരും. ട്രീറ്റബിൾ ആണോ? ഉറപ്പായിട്ടും ADHD നമുക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് അവരൊരു അഡോളസെൻ്റ് ആയി ഒരു അഡൽട്ടായി, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ നടൻ തന്നെ ഇപ്പം അഡൽട്ടായിട്ട് ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ പോലും അത് ഫോക്കസ് ചെയ്തിട്ട് പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റുന്നുണ്ട്. അത്തരത്തിൽ നമുക്ക് അവരുടെ ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ഫീൽഡ് റെക്കഗ്നൈസ് ചെയ്തിട്ട് എവിടെയാണോ ആ പോയിന്റ്സ് വെച്ചിട്ട് അവരെ നല്ല രീതിയിൽ ലീഡ് ചെയ്ത് അതിൽ നിന്ന് തന്നെ ഒരു നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ അവരുടെ ജീവിതത്തിൽ എപ്പോഴും ക്വാളിറ്റി ഓഫ് ലൈഫ് ആണല്ലോ നമ്മൾ നോക്കേണ്ടത്, അത് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ കുഴപ്പം വല്ലതും ഉണ്ടോ? കുറച്ച് കഴിയുമ്പോൾ ഉത്തരവാദിത്തമൊക്കെ വരുമ്പോൾ അവൻ ഓക്കെ ആയിക്കോളും. പക്ഷെ അങ്ങനെ ചിന്തിക്കുന്നത് വലിയൊരു തെറ്റാണ്. പലപ്പോഴും വല്ലാണ്ട് അക്രമാസക്തരാവുന്ന മുതിർന്ന വ്യക്തികളുടെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും അവർ കുട്ടിക്കാലത്ത് ADHDയുടെ ടിപ്പിക്കലി ADHD പേഷ്യൻസ് ആയിരുന്നു. കുറേ സൈക്കോപ്പത്സ്, നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണുന്ന നമ്മളൊന്നും ചിന്തിക്കാത്ത വിധത്തിലെ ക്രൈമുകൾ ചിന്തിച്ചുണ്ടാക്കി പ്രാവർത്തികമാക്കുന്ന കുറേ കഥാപാത്രങ്ങളുണ്ടല്ലോ. ഇവരുടെയൊക്കെ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവർ കുട്ടിക്കാലത്ത് പലപ്പോഴും ADHDയുടെ പിടിയിൽപ്പെട്ട പിള്ളേരായിരുന്നായിരിക്കണം. അതുകൊണ്ട് തന്നെ ADHD ഉണ്ട് എന്നൊരു സംശയം തോന്നിയാൽ നമ്മൾ തന്നെ എൻ്റെ കുട്ടിക്ക് പെരുവരുപ്പാണ്, ADHD ആണ് കേട്ടോ എന്നുള്ള രീതിയിൽ ഡയഗ്നോസ് ചെയ്യുകയല്ല ചെയ്യേണ്ട. ഒരു വിദഗ്ധമായ ഒരു പരിശോധന പ്ലസ് അതിൻ്റെ കുറേ ടെസ്റ്റുകളുണ്ട്, സ്ക്രീനിങ് ടെസ്റ്റുകളുണ്ട്. അവ നടത്തി കുട്ടിക്ക് ADHD ഉണ്ടോ ഇല്ലയോ, ഉണ്ടെങ്കിൽ അത് ഏത് കാറ്റഗറിയാണ്, ഏത് ഗ്രേഡാണ് എന്ന് അസസ് ചെയ്തിട്ട് ആ അസസ്മെൻറ്റിന് പ്രകാരം തന്നെ ആ കുട്ടിക്ക് നല്ല രീതിക്ക് ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ ADHD എന്നുള്ള കണ്ടീഷൻ ഓൾമോസ്റ്റ് ഒരു പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാം. ഇൻ ദ സെൻസ് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്ക് വളരെയേറെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും.